ശ്രീ രുദ്രൻ വാരിയത്തിൻ്റെ വരികളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്കു സുന്ദരമാക്കാം നമ്മുടെ ഭൂമിയതെന്നും പച്ചപ്പായി, ശ്രമിച്ചിടാമീ തൈകളെ എന്നും നനച്ചു നമ്മൾ രക്ഷിക്കാൻ. നമുക്കു സുന്ദരമാക്കാം നമ്മുടെ ഭൂമിയതെന്നും പച്ചപ്പായി, ശ്രമിച്ചിടാമീ തൈകളെ എന്നും നനച്ചു നമ്മൾ രക്ഷിക്കാൻ. വളർന്നു വരുമീ തൈകളെ എന്നും അടുത്തുപോയി വീക്ഷിച്ചാൽ, വിടർന്നു നിൽക്കും നമ്മുടെ കണ്ണുകൾ വളർന്ന ചെടിയെ കാണുമ്പോൾ. വളർന്നു വരുമീ തൈകളെ എന്നും അടുത്തുപോയി വീക്ഷിച്ചാൽ, വിടർന്നു നിൽക്കും നമ്മുടെ കണ്ണുകൾ വളർന്ന ചെടിയെ കാണുമ്പോൾ. വിടർന്ന മൊട്ടുകൾ വിരിയുമ്പോൾ അതിൽ വിരുന്നു വരുമാശലഭങ്ങൾ. വരുന്ന മോഹന രൂപം കണ്ടാൽ വളരും നമ്മുടെ സന്തോഷം. വിടർന്ന മൊട്ടുകൾ വിരിയുമ്പോൾ അതിൽ വിരുന്നു വരുമാശലഭങ്ങൾ. വരുന്ന മോഹന രൂപം കണ്ടാൽ വളരും നമ്മുടെ സന്തോഷം. പ്രകൃതി എന്നും പച്ചപ്പോടെ നിൽക്കാൻ നമ്മുടെ ഉൾത്തടവും കരുണയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വിളനിലമായി മാറണം. ചെടികൾ, മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ കണ്ണിനും മനസ്സിനും കുളിരു മാത്രമല്ല, നമുക്ക് ലഭ്യമാകുന്ന ശുദ്ധവായു അതിന് കാരണമാകുന്നതും ഈ പച്ചപ്പ് കൊണ്ടല്ലേ. സംരക്ഷിക്കുക നമുക്കാവോളം. ഒരു കൈക്ക് ഒരു തൈയെങ്കിൽ പല കൈകൾക്ക് ഒരുപാട് തൈകൾ തണലേകട്ടെ. ഫലങ്ങൾ നൽകി നാം വരും തലമുറയ്ക്കും പ്രയോജകീഭവിക്കട്ടെ. പിൻതലമുറയല്ലോ ഇന്നിൻ ഹരിതാഭമാം വർണ്ണത്തിൻ കാരണഭൂതരായി തീർന്നവർ. താർമനം പോൽ ചെയ്തികൾ കൈവന്നിടുകിൽ വരുംകാല തലകൾക്കും മേനി വന്നിടുമേ. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. ശബ്ദസാന്നിധ്യം ഹൗവ ടീച്ചർ, കൊടുങ്ങല്ലൂർ.